അപ്പോൾ ഇത്തരത്തിൽ CCTV വെക്കുന്നതുമായി ബന്ധപ്പെട്ട CCTV ലോസോ അല്ലെങ്കിൽ CCTV ആക്ട്സോ ഒന്നും കേരളത്തിൽ നിലവിലില്ല. എന്നാൽ നമ്മൾ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 സ്വകാര്യതയ്ക്കുള്ള അവകാശം അല്ല, റൈറ്റ് ടു പ്രൈവസി, അത് ഹനിക്കാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ നിങ്ങൾ CCTV ക്യാമറ വെക്കുന്നത് കൂടെ അന്യൻ്റെ, അയൽവക്കാരൻ്റെ അല്ലെങ്കിൽ പൊതുസ്ഥലം ഉപയോഗിക്കുന്ന ആളുകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായാൽ അല്ലെങ്കിൽ സ്വകാര്യതയെ ഹനിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസിയുടെ വയലേഷനാണ്. അത് നിയമപരമായി അനുവദിക്കുന്നതല്ല. അത്തരത്തിലെ മൗലിക അവകാശം അല്ല, അടിസ്ഥാന അവകാശം ലംഘിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഇത്തരത്തിലുള്ള ക്യാമറ കണ്ണിൻ്റെ എത്തിനോട്ടം, വോയറിസം അഥവാ IPC സെക്ഷൻ 354C പ്രകാരം അഥവാ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 354C പ്രകാരം വോയറിസമാണ് അഥവാ വായ്നോട്ടം, ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്ന ഒരു ഒഫൻസിലേക്ക് നയിക്കുന്നതാണ്. അത് കൂടാതെ തന്നെ ഇൻറ്റിമിഡേഷൻ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ 506 ഓഫ് IPC പ്രകാരം ക്യാമറ കണ്ണുകളുടെ ഒളിഞ്ഞുനോട്ടം അഥവാ CCTV ക്യാമറ മൂലം മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ അതും നിയമലംഘനമായ പ്രവർത്തനം തന്നെയാണ്. ഇനി ഇത്തരത്തിലുള്ള ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റുകളിലോ ഫ്ലാറ്റുകളിലോ ആണെങ്കിൽ അതിൻ്റെ പൊതുസ്ഥലത്ത് കോറിഡോർ, വരാന്ത അല്ലെങ്കിൽ സ്റ്റെയർ പോലുള്ള സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണമെങ്കിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ. അതല്ലാതെ പെർമിഷൻ ഇല്ലാതെ, റെസിഡൻസ് അസോസിയേഷൻ്റെ പെർമിഷൻ ഇല്ലാതെ പൊതുസ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ അവകാശമില്ല. ഈ പറയുന്നതൊക്കെ സത്യമാണ്, ഇത് ഉള്ളതാണോ? എല്ലാവരും കടകളുടെ മുമ്പിലും ഒക്കെ ക്യാമറകൾ സ്ഥാപിക്കാറില്ല, അല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ വഴിയിലേക്കൊക്കെ ക്യാമറ സ്ഥാപിക്കാറില്ല.